ഹലോ അസ്സാമു അലൈക്കും. അപ്പം ഇന്ന് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് കാണിക്കുന്നത്. ഇത് പല പല ദിവസമായിട്ട് വാങ്ങിയതാണ്, ഒക്കെ ഒരുമിച്ച് വാങ്ങിയതല്ല. അപ്പോൾ ആദ്യം തന്നെ കാണിക്കുന്നത് ഇതുപോലെ ഒരു റണ്ണിങ് ക്ലോത്താണ്. 5 മീറ്ററാണുള്ളത്, 243 രൂപയാണ് ഇട്ടായത്. ഇതിനോട് ഞാനൊരു ടോപ്പ് അടിച്ചതിന് ഇസമോക്കുള്ള തര വെട്ടിയും വെച്ചിരിക്കുന്നത്. നല്ലോണം 5 മീറ്റർ നീളം വീതിയൊക്കെ ഉള്ള തുണിയാണ്. ഇങ്ങനത്തെ ഒരുപാടുണ്ട് കേട്ടോ. മീഷോന്നാണ് വാങ്ങിയത് കേട്ടോ. ഇതിന് മുമ്പ് ഞാൻ ഇസമോക്ക് ബർത്ത്ഡേക്കും മീഷോന്നാണ് വാങ്ങിയത്. 2 മീറ്ററും 3 മീറ്ററും ആക്കിയിട്ടുള്ള തുണി വെച്ചിട്ടാണ് വാങ്ങിയത്. അതിൻ്റെ വീഡിയോ ഇട്ടിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. ഇതിൽ ഞാൻ അന്നൊന്നും വീഡിയോ ഇടലില്ല. അപ്പോൾ ഇത് നല്ല നീളം വീതിയൊക്കെ ഉണ്ട്. പിന്നെ ഇത് മുഴുവനായിട്ട് ഞാൻ നിർത്തുന്നില്ല. ഇതിനോട് അടിച്ചിട്ടൊക്കെ അടിപൊളിയാണ്, നല്ല തുണിയാണ്, ഒരു കുഴപ്പമില്ല കേട്ടോ. പിന്നെ അടുത്തത് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മളെ ചോപ്പറാണ്. ഇതിന് മുമ്പ് ഞാനിങ്ങനെ വലിക്കണ ചോപ്പർ വാങ്ങിയിട്ട് അത് പെട്ടെന്ന് തന്നെ കേട് വന്ന്, അപ്പോൾ അത് വിചാരിച്ചിട്ട് വാങ്ങിയതാണ്. ഇത് ഞാൻ അധികം ഒന്നും ഉപയോഗിച്ചിട്ടില്ല, ആകെ 1-2 പ്രാവശ്യം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. നോമ്പിന് എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് നമ്മളെ ചിക്കനൊക്കെ നല്ലോണം ചോപ്പ് ചെയ്യാനൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ആക്കിയിട്ട് ഞാൻ ഇട്ടണമെന്ന് തോന്നുന്നു. അപ്പോൾ അതായത് ഇതുപോലത്തെ ഒരു ചോപ്പറാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ മുട്ട ഉടക്കണ അതുകൊണ്ട് പിന്നെ മറ്റേതുണ്ട്, അങ്ങനെ രണ്ടും കൂടി കൂടിയതാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ ബാങ്ക് കൊടുത്ത് ഞാൻ പോയിട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് ഫിറ്റ് ചെയ്യണമെന്ന് ചോദിച്ചാൽ അതിൻ്റെ ബ്ലേഡ് അതിൻ്റെ അടിയിൽ വെച്ചിട്ട് പിന്നെ ഈ അടപ്പ് വെച്ചിട്ട് ഇങ്ങനെ അമർത്തി കൊടുക്കലാണ് കേട്ടോ. അത് പിന്നെ ഇത് മുട്ട ഉടക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ അടിയിൽ വെക്കേണ്ടതാണ്. മുട്ട ഞാൻ അടച്ചു നോക്കിയിട്ടില്ല, ഞാൻ ചോപ്പ് ചെയ്ത് നോക്കിയിട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് ഈ ഒരു സാധനം ഇങ്ങനെ കുടുക്കിയിട്ടാണ് കേട്ടോ ചോപ്പ് ചെയ്യൽ. മുട്ട ഉടക്കണത് ചോപ്പ് ചെയ്യലല്ല, അങ്ങനെ ഇതിങ്ങനെ അമർത്തി കൊടുക്കലാണ്. പിന്നെ ഇത് എടുത്ത് വെക്കാനൊക്കെ നല്ല സുഖമാണ്. ബ്ലേഡൊക്കെ നല്ല മൂർച്ചുണ്ട് കേട്ടോ. പിന്നെ അതിങ്ങനെ അമർത്തി കൊടുത്താണ്ട് ഈ സ്വിച്ച് ഇങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുത്താൽ ഇത് അമർന്ന് താഴ്ത്തേക്കാവും ചെയ്യും കേട്ടോ. അപ്പം ഇത് ഇത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ അടുത്തത് കാണിക്കുക എന്ന് പറഞ്ഞാൽ ബാഗാണ്. ഈ ഒരു ബാഗ് എന്ന് പറഞ്ഞാൽ ഇതിനാകെ ഒരറേ ഉള്ളൂ, വേറെ ഒരു കംപ്ലൈൻ്റ് ഒന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ. ആകെ ഒരറ ഉള്ളതുകൊണ്ട് തന്നെ ഞാനത് റിട്ടേൺ അയച്ചതാണ്. ബാഗ് നല്ല ബാഗാണ്, ഒരറയൊക്കെ ആക്കി ഉപയോഗിക്കാൻ പറ്റുന്നവർക്ക് നല്ല ബാഗാണ് കേട്ടോ. അതുകൊണ്ട് ഞാനിതൊന്ന് അൺബോക്സ് ചെയ്തത്. ഇതുപോലെ ഒരറ മാത്രമേ ഉള്ളൂ. ഒരു സേഫ്റ്റി ഒന്നും ഇല്ല അറക്ക്, നമുക്ക് ഫാഷനായിട്ട് കൊണ്ടെടുക്കാനേ പറ്റുള്ളൂ. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇട്ട് വെച്ച് അടിച്ച് അങ്ങനെ തുറക്കാതൊക്കെ നിൽക്കൊക്കെ വെച്ചാൽ അതിനൊന്നും നടക്കില്ല കേട്ടോ. അങ്ങനത്തെ ഒരു ബാഗാണ്, അതുകൊണ്ട് ഞാൻ റിട്ടേൺ അയച്ചതാണ്. ചെറിയൊരു അറയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ തന്നെ വെച്ചിനി. കാണിക്കാൻ പോണത് ഒരു ചെരുപ്പാണ്. അതിന് 342 രൂപയാണ്. ബാഗിൻ്റെ വിലയൊക്കെ ഞാൻ ആ ബാക്കിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് 342 റുപ്യക്ക് നല്ല അടിപൊളി ചെരുപ്പാണ് കേട്ടോ. ഞാൻ ഇത്ര നന്നാവുന്നൊന്നും വിചാരിച്ചില്ല. പിന്നെ ഞാൻ മീഷോന്ന് അങ്ങനെ ചെരുപ്പുകളൊന്നും വാങ്ങലില്ല, ആദ്യമായിട്ടാണ് വാങ്ങണത്. ടാപ്പിനെ കൊണ്ട് എൻ്റെ കാല് അളവെടുത്തിട്ടാണ് ഇത് വാങ്ങിയത് കേട്ടോ. അങ്ങനെ ഇത് ഒക്കെ വന്നപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി. അപ്പോൾ ഈ ഒരു കെട്ടൊക്കെ ഇനി എങ്ങനെയാണെന്ന് അറിയില്ല, മാത്രം ഇട്ട് നോക്കിയാലൊക്കെ അതിനെ പറ്റി അറിയുള്ളൂ. അപ്പോൾ ചെരുപ്പ് നല്ല ഭാഗമാണ്, നല്ല അടിപൊളി ചെരുപ്പാണ് കേട്ടോ. പിന്നെ ഞാൻ കാണിക്കുന്നത് ഇതുപോലത്തെ ഒരു കൺമഷിയാണ്. ഇതിന് 134 രൂപയാണ് ഇവിടെ കാണിക്കുന്നത്. നമ്മൾ അപ്പം പൈസ എടുക്കുകയാണെങ്കിൽ 84 രൂപ എത്രയേ ആയിട്ടുള്ളൂ എനിക്ക്. അത് പിന്നെ ഈ പൊട്ടിക്കുന്ന സാധനം ഞാൻ കുറച്ച് നേരമൊക്കെ പൊട്ടിച്ച് കുത്തുന്നത്, എന്നിട്ടാണ് ഇതൊക്കെ പിന്നെ തുറന്ന് നോക്കിയത് കേട്ടോ. അങ്ങനെ ഇതൊക്കെ നല്ല സേഫ്റ്റിയിലാണ് വന്നത്. നല്ലൊരു കൺമഷിയാണ് കേട്ടോ. നമ്മൾ കണ്ണിൻ്റെ അടിയിലൊക്കെ ഇട്ടാലും നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇത് ഞാൻ വാങ്ങിയത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ. മറ്റേത് മീഷോന്നാണ് മറ്റേ സാധനങ്ങളൊക്കെ വാങ്ങിയത്. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഞാൻ കണ്ണുമേൽ ഇട്ട് കഴിഞ്ഞിട്ടുള്ളൊരു ജസ്റ്റ് ഒരു ചെറിയ വീഡിയോ എടുത്തതാണ്. നല്ല അടിപൊളി അലിഞ്ഞിട്ട പോലെയൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതും അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇനി അടുത്തത് നമ്മൾ കാണിക്കാൻ പോകുന്നത് 2 വളയാണ്. ഈ ഒരു വളക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങിയപ്പോൾ 163 174 എന്നൊക്കെ കാണിക്കുന്നുണ്ട്. നമ്മൾ അപ്പോൾ പൈസ എടുക്കുകയാണെങ്കിൽ കുറച്ച് പൈസ കുറയട്ടോ മീഷോയിൽ. ഇത് മീഷോന്ന് വാങ്ങിയതാണ്. അപ്പോൾ അളവ് എങ്ങനെയാണെന്നൊന്നും അറിയാതെ വാങ്ങിയതാണ്. സാധാരണ വീട്ടിലിടാൻ വിചാരിച്ചിട്ട് വാങ്ങിയതാണ്, പുറത്തേക്ക് പോകുമ്പോൾ ഇടാന്ന് വിചാരിച്ചിട്ടല്ല. കണ്ടപ്പം ഇനി പാകമാവുമോ എന്നൊക്കെ അറിയാൻ വേണ്ടി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. ഇത് ഞാൻ റിട്ടേൺ അയച്ചിട്ടൊന്നുമില്ല, ഇതിന് കുറച്ച് കളർ കൂടുതലുള്ളൂ, വേറെ പ്രശ്നമൊന്നും ഞാനിതിന് കണ്ടില്ല. അപ്പോൾ ഇത് ഞാൻ ഇട്ട് നോക്കിയാണ്, ഞാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ, പാകമാണ്. നമുക്ക് വലുപ്പമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിടാനൊക്കെ പറ്റും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിട്ടാൽ മതി. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. പിന്നെ അടുത്തത് കാണിക്കാൻ പോകുന്നത് വേറൊരു ചെരുപ്പാണ്. ഈ ഒരു ചെരുപ്പിന് 276 രൂപയാണ് ആയത് കേട്ടോ. ഇതും അടിപൊളിയാണ്. ഇവരെ ചെരുപ്പൊക്കെ പിന്നെ മുന്നോക്ക് കുറച്ച് അധികം ഉണ്ടായിട്ട് തോന്നും. നമ്മൾ 8 ഇഞ്ചിൽ വാങ്ങുമ്പം അത് കൊണ്ടുവരുമ്പം 9 ഇഞ്ചൊക്കെ ആയിട്ട് തോന്നും, നല്ല വലിപ്പമുള്ള ചെരുപ്പായിട്ട് തോന്നും, പക്ഷേ നമുക്ക് പാകേക്കാരം. അപ്പോൾ ഈ ഒരു ചെരുപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതും ഞാൻ മീഷോന്ന് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 2 ചെരുപ്പ് വാങ്ങണ പൈസക്ക് ഒരു ചെരുപ്പ് വാങ്ങണ പൈസക്ക് ഞാൻ 2 ചെരുപ്പ് വാങ്ങിക്കണം ഈ ഒരു പെരുന്നാൾക്ക് വാങ്ങിയതാണ് കേട്ടോ ഇത്. അപ്പം ഇതും അടിപൊളിയാണ്, നല്ല പാകമായിട്ട് തന്നെ കിട്ടിയിരിക്കണം കേട്ടോ. പിന്നെ ഇനി അടുത്തൊരു സാധനം കാണിക്കണം എന്ന് പറഞ്ഞാൽ പമ്പേഴ്സ്, അതായത് ഡയപ്പറാണ്. പമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ശീലമായത്, അപ്പോൾ അത് പറയാണ്. 72 എണ്ണത്തിന് 499 റുപ്യൊക്കെയാണ് ആയത്. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത്. ഞാൻ മീഷോന്ന് വാങ്ങലുണ്ട്. മീഷോയിൽ ഇതിന് 500 സംതിങ് വില ഉണ്ട്. ഒരു 40-47 റുപ്യ കൂടുതലാണ് മീഷോയിൽ കേട്ടോ. എന്നാൽ ഫ്ലിപ്കാർട്ടിൽ കുറവാണെന്നാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ അതും കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഞാൻ വാങ്ങലുണ്ട്. ഫുള്ളൊന്നും വീഡിയോ എടുത്തില്ല, എടുത്തത് കാണിച്ചെന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.